ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമിഴ്ലൈനിൽ കണ്ട പോലെ തന്നെ കുഞ്ഞുവിൻ്റെ മുടി വെട്ടിയ വീഡിയോ ആണ് കേട്ടോ. കുറേ നാൾ മുടി വളർത്തിയതിന് ശേഷം ഞങ്ങൾ ആഗ്രഹിച്ചൊന്ന് വെട്ടാൻ പോയതാണ്. അത് സത്യം പറഞ്ഞാൽ കൊളാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാധാരണ ഇതുവരെ വെട്ടിയതിലൊന്നും അങ്ങനെ അത്രയും കൊളായിട്ട് വന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ച പോലെ വന്നില്ല. കുറേ മുടി ഉണ്ടായിരുന്നു അവന്, കാരണം വളർത്താനുള്ള പ്ലാനായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പനിയും ചുമയൊക്കെ ഒന്ന് വന്നപ്പോൾ എന്നാൽ പിന്നെ മുടി വെട്ടിയേക്കാം, അതിൻ്റെ ഒരു ഡിസ്കംഫേർട്ട് അവന് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ മുടി വെട്ടാൻ പോയതാണ് കേട്ടോ. അപ്പം മുടി വെട്ടണതിന് മുന്നേ നമ്മുടെ ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഒരു പിക്ചറൊക്കെ ഞാൻ കാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് മുടി വെട്ടേണ്ടത്, ഏത് രീതിയിലാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അവർ ഓക്കെ അതേപോലെ സെറ്റ് ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മുടി വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല. എനിവേ നമ്മൾ മുടി വെട്ടാതെ ഇരുന്നു കേട്ടോ. അവൻ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും കാണിച്ചില്ല. അവൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് മുടി വെട്ടാനായിട്ട്. അങ്ങനെ ആദ്യമൊന്നും ഇരിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ സ്ഥിരം അവനങ്ങനെ കൊണ്ടുപോയി അവന് മനസ്സിലായി നമ്മൾ മുടി വെട്ടാൻ പോവുകയാണെന്നൊക്കെ. അതുകൊണ്ട് അവൻ വലിയ ശല്യമൊന്നും ഇല്ലാണ്ടിരുന്നു കേട്ടോ. ആ സാധനമൊക്കെ ഇടുമ്പോൾ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ സ്ഥിരം അങ്ങനെ പോയി അവന് പരിചയമായി എന്താ ചെയ്യാൻ പോണേ എന്നൊക്കെ അവന് മനസ്സിലായതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അവൻ അനങ്ങാണ്ട് നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല മുടിയുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എനിവേ നമ്മൾ എന്തായാലും ഒരുമിട്ട് ഇറങ്ങി. ഇനി ബാക്കി വീഡിയോസ് നമുക്ക് ഒരുമിച്ച് കാണാം. വായോ. അവർ മുടി വെട്ടണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ സെറ്റാണ്, നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെയാണ് വരണേ എന്നൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി ഇത് മൊത്തത്തിൽ കൊളാവാനുള്ള ചാൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന്. പിന്നെ മുടിയല്ലേ ഇനിയും വരും എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം, അല്ലാണ്ട് എന്താ പറയുക. അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങിയിട്ടാ. വെട്ടണ്ടായിരുന്നില്ല, ഇതേപോലൊന്നും വേണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങോട്ടൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടാ. കാരണം മനസ്സിലായിരുന്നു മൊത്തത്തിൽ കൊള്ളായിരുന്നു. പിന്നെ അവർ ഹിന്ദിക്കാരാണ്, അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് എളുപ്പമല്ല. ഞാൻ പിക്ചറുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വീഡിയോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ ചേട്ടൻ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം കേട്ടോ, ഞാൻ ഏത് മോഡലിലാണ് വെട്ടാൻ പറഞ്ഞതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. അങ്ങനെ അതെ നമ്മുടെ മുടിവെട്ടിലൂടെ പുരോഗമിച്ചു ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ മുടിയൊക്കെ വെട്ടി ഇനി ലാസ്റ്റ് ടച്ചപ്പും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ലുക്കായിട്ടാണ്. അപ്പോഴും ഞാൻ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത് എന്തോ സംഭവം എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ച സംഭവമായിട്ടില്ലല്ലോ എന്നൊക്കെയാണ് എൻ്റെ മനസ്സിൽ. എന്നിട്ട് ഞാൻ നോക്കുകയാണ് ചേട്ടാ എന്താണ് ഇനി ചെയ്യാൻ പോണത്, ഇനി എല്ലാം മുടി വെട്ടിക്കളയാണോ കർത്താവേ, അങ്ങനെയൊക്കെയാട്ടോ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്, പറയണോ മതിയെന്ന് പറയണോ എന്താ ചെയ്യണ്ടേന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം ആ ചേട്ടൻ സെറ്റായതേ കഴിഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടോ, ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞു ഫിനിഷായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ശരി എന്തായാലും ഇവിടം വരെ എത്തി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്.
അങ്ങനെ ദേ നമ്മുടെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അവൻ നിൽക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ സൈഡിൽ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുത്തതാണ്. അവനിതേ മുടി ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയായിരുന്നു. ഞാൻ ഫുൾ സൈഡിലോട്ടാവണ പോലെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഹെയർ വാഷ് ഇതാ സെറ്റാവുന്നൊക്കെ പറഞ്ഞു. ഹെയർ വാഷ് ഇതിപ്പോൾ ഇത്തിരി കൊളാവാണ് കേട്ടോ ചെയ്തത്. ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച മോഡൽ. ഇങ്ങനെ വെട്ടിത്തരാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.